ഹായ് ഓൾ, അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും ചായ എല്ലാം ആയിട്ട് വന്നിന്. നമുക്ക് ഈ ചൂട് ചായയും ഇഡ്ഡലിയും എല്ലാം കഴിച്ചിട്ടായിട്ട് നമുക്കൊരു സംഭവം ഇന്ന് കാണിക്കാം. എന്താ പറയുക, ഞാൻ പുതിയ കിച്ചണിലേക്ക് മേങ്ങിയ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഐറ്റംസ് അല്ലെങ്കിൽ മീൻസ് പാത്രങ്ങൾ അങ്ങനെയല്ലേ, നോൺ സ്റ്റിക്ക് ആയിട്ടുള്ളതെല്ലാം അതെല്ലാം ഞാൻ മേങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മേങ്ങിയതെല്ലാം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ വേഗം ഇതിനൊന്ന് ഫിനിഷ് ആക്കിയിട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഇഡ്ഡലിയും ഇതെല്ലാം കഴിക്കുമ്പോൾ ആ പൂച്ച ഇങ്ങനെ നിന്നിട്ട് നോക്കുന്നുണ്ട്. പുതിയ കിച്ചണിലേക്ക് ഒരു പുതിയ പൂച്ചയും കൂടി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു, പോകുന്നില്ല. എന്ത് കഥയെന്നൊന്നും അറിയില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തെല്ലാം ഐറ്റംസ് മേങ്ങിനെന്നല്ലോ. കിച്ചണ് കിട്ടുന്ന ഏകദേശം ഞാൻ ഒരു 20 ദിവസത്തെ മാഷാഅല്ലാഹ് പണി ഫിനിഷ് ആയതാണ്. തുടങ്ങിയിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോന്നായിട്ട് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ആക്കിയിട്ടുണ്ട് അതിന് ഓരോ ഐറ്റംസ് എല്ലാം. അപ്പോൾ ഇതെന്ത് കഥയെന്ന് പറയും, കുക്കറാണ്. ഇതിലേക്ക് 2-3 ലിറ്റ് വരുന്നുണ്ട്. കുക്കറിൻ്റെ തന്നെ അതും പിന്നെ ഒരു കുപ്പീൻ്റെ ആയിട്ടുള്ളതും പിന്നെ ഒരു സ്റ്റീലിൻ്റെ ആയിട്ട് അങ്ങനെയെല്ലാം. അപ്പോൾ ഇത് ഞാൻ കുറേ ആയി ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് മേങ്ങണോട്ട്. അന്ന് ജാം ജൂമിൽ പോയിട്ടാകുമ്പോൾ നോക്കിയിട്ടുണ്ടായി. പക്ഷെ അത് ചെറുത് കിട്ടിയിട്ട് അതിന് വലുത്തുണ്ടായിന്. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വേണമെന്നിട്ട് നമുക്ക് ഡെയിലി യൂസിന് പോലത്തെ അങ്ങനെ ഞാനൊന്ന് ഓൺലൈനിൽ ഇതെല്ലാം ഞാൻ മേങ്ങുന്നത് ആമസോണിൽ തന്നെയാണെന്നറിയാം. ആമസോണിൽ നല്ല നല്ല ഐറ്റംസ് ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുമ്പോഴേക്ക് ഇതിൻ്റെ കുറേ ആളിപ്പോൾ റിവ്യൂ അല്ല ലിങ്കല്ല ചോദിക്കും. ലിങ്കൊന്നും അറിയാലോ, എവിടെ പോയിട്ടുണ്ടാവും. നമ്മിങ്ങനെ തപ്പിട്ടാകുമ്പോൾ നല്ല നല്ല ഐറ്റംസ് കിട്ടും. അതിനൊന്ന് ഓർഡർ ആക്കലാന്ന്. പിന്നെ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെ ഓർഡർ ആക്കിയാൽ കഴിയാൽ കമൻറ്റെല്ലാം നല്ല ഉണ്ട്, എങ്ങനെ ക്വാളിറ്റി ഐറ്റം അങ്ങനെയെല്ലാം. അപ്പോൾ ഞാൻ എല്ലാം ഓരോന്നായിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ നല്ല വിറ്റെന്താ പറയുക, യോന മഹദ ഉറങ്ങുന്നില്ല. ഞാൻ മെല്ലെ വീഡിയോ എടുക്കാതിരുന്നത്. പക്ഷേ ഇത് ഇവിടെ വെക്കണമെങ്കിൽ വീഡിയോ ഓൺ ആക്കണമെങ്കിൽ മോനും ചിരിയിരുന്നില്ല. ഞാൻ ഒന്നിനും സമ്മതിക്കുന്നില്ല. തുറക്കാനോ അടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ എല്ലാത്തിനും അവന് കൂടുന്നുണ്ട്. അപ്പോൾ ഇത് കുക്കറ് നമ്മൾ മൂട് മാറ്റിയിട്ടില്ലതാ ഇങ്ങനെ ഒന്ന് മൂടി വെക്കുന്നെങ്കിൽ ആവിയെല്ലാം പുറത്ത് പോകുന്നെങ്കിൽ അങ്ങനെ വെക്കുന്നതുകൊണ്ട്. അതല്ലാണ്ട് നമുക്കിപ്പോൾ ഇത് കുപ്പീൻ്റെ ആ ഒരു ഇതിലുള്ളതായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും മൂടിയിട്ട് വെക്കുന്നെങ്കിൽ അങ്ങനെയും ഉണ്ടതാ. ഇതിപ്പോൾ എപ്പോൾ പൊട്ടുമെന്ന് അറിയില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഒരേന്നില്ലേ കുപ്പി ഗ്ലാസും പ്ലേറ്റും കുപ്പീൻ്റെ എന്ത് ഐറ്റംസ് ഉണ്ട് അതെല്ലാം പെട്ടെന്നാണ് പൊട്ടുന്നത്. എന്നാലും എനിക്ക് ഇഷ്ടം മേങ്ങാൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ച് നമുക്ക് അടുത്തത് തുടങ്ങാം. അതിപ്പോൾ കൊട്ടാനും തുറക്കാനും എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ്. സമ്മതിക്കുന്നില്ല. അതിൻ്റെ എന്നെ മുകളിൽ നിന്നിട്ടില്ലേ തുള്ളലും കളിയും ഗൗജിയും നല്ല ഭയങ്കര കളിയിലുണ്ടാവും, നല്ല മൂട്ടിൽ. അപ്പോൾ എല്ലാത്തിലും കൈയിടാൻ വരുന്നു. അപ്പോൾ ഇനി ഓനെന്താ മാറ്റി അങ്ങോട്ട് കൊട്ടലപ്പുറത്താക്കി അങ്ങ് പോകുന്നില്ല. വയലോട്ട് വരുന്നു. അപ്പോൾ സാറില്ലേ അടിയിരുന്നിട്ട് കളിച്ചോണ്ട് കിട്ടില്ലേ. അമ്മ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതല്ലേ, ഇതിനെന്നെ തീർക്കാമെന്നില്ല. ഞാൻ പിന്നെ വയലോട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കാം അടുത്തത് എന്തെന്നല്ലോ. അപ്പോൾ കുറച്ച് ഫ്ലവർ പോട്ട് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എല്ലാം ഓൺലൈനിൽ തന്നെയാണ്. ഫ്ലവർ വേറെ, പോട്ട് വേറെ, അങ്ങനെ 200 സംതിങ് 400 സംതിങ് അങ്ങനെല്ലാം ഓരോ റേറ്റാണ്. ശരിക്കും പിന്നെ ഓരോ റേറ്റ് ഞങ്ങൾക്ക് ഓർമ്മയില്ല, ചട്ടിയും അതിൻ്റെ എല്ലാം. അപ്പോൾ ഈ കയ്യിലില്ലേ ഇത് കുറേ ഞാനിങ്ങനെ പൂതിയോടെ കാക്കുന്നത് വേണാൻ ഓൺലൈനിൽ ഇങ്ങനെ തപ്പിയിട്ടില്ലേ ഒരിക്കലും ഇരിക്കുന്ന ഓർഡർ ആക്കാം. അതിൻ്റെ റേറ്റ് കാണുമ്പോൾ വേണ്ടേ, പിന്നെ ഒരിക്കലും ഇരിക്കാക്കാം. ബൈലോട്ട് അതിൻ്റെ റേറ്റ് ആണ് വേണ്ടേ, ഇപ്പം വേണ്ടേ, പിന്നെ ഒരിക്കൽ അങ്ങനെ ആക്കിയിട്ടില്ലേ. ഇനിയും കാത്തിരിക്കാൻ കഴിയില്ല എന്നിട്ടില്ലേ. പിന്നെ ഒരു കണ്ണും ചുമിട്ടൊന്ന് ഓർഡർ ആക്കിയതാണ്. അപ്പോൾ ഇതിന് 600 അങ്ങനെ എന്തോ തോന്നും. അത് കുറച്ചായുമില്ല മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ ശരിക്കും എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. ഇതെല്ലാം കറക്കിയിട്ടെങ്കിൽ ആ ഒരു മസാലേൻ്റെ ഒരു കളറാകുമ്പോൾ കളർ ഡിമ്മാവൊന്നും അറിയില്ല. നമുക്ക് യൂസ് ആക്കിയിട്ടായിട്ട് നോക്കാം. ഇപ്പം ഞാനിങ്ങനെ ഒരു ചോപ്പീസ് പോലെ ഒരു പോട്ടിലെടുത്ത് ഇങ്ങനെ വെച്ചിന് ഇതെല്ലാം ആക്കിയിട്ട് അതിന് ശേഷം നിങ്ങൾ കാണിക്കാവേ. പിന്നെന്താ വാങ്ങിയത്, പിന്നെ ഒരു ട്രേ അല്ലെങ്കിൽ നമുക്കിപ്പോൾ റെസിപ്പിയെല്ലാം കാണിക്കുന്നെങ്കിൽ വെക്കാൻ, അതല്ലെങ്കിൽ ഫ്ലവറും കാര്യങ്ങളെല്ലാം വെക്കുക, അങ്ങനെ എന്തെങ്കിലും കഴിയുന്നിട്ട് ഈ ഒരു ട്രേയും മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഷവർമാൻ്റെ റെസിപ്പി കാണിക്കുന്നെങ്കിൽ വേറെ എന്തെങ്കിലും റെസിപ്പീസ് എല്ലാം കാണിക്കുന്നെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ. പിന്നെ ഗോൾഡൻ കളർ സ്പൂണും മേടിച്ചിട്ടുണ്ട്. പുഡിങ്ങിന്, ഐസ്ക്രീം, പിന്നെന്താ കസ്റ്റർഡ് ഈ ഐറ്റംസിനെല്ലാം ഇടാൻ വേണ്ടിയിട്ട് നല്ല കളറാണെന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ കുറച്ച് മൈദപ്രൈപ്പറായിട്ടുണ്ടായി വീണ്ടും വന്നു. അങ്ങനെ എല്ലാ കളറിലും ഓരോന്നായിട്ട് ഞാൻ എടുത്തിന്. വൈറ്റിൽ, പിന്നെ ഒരു ഓഫ് വൈറ്റും ബ്ലാക്കിൽ ബ്ലൂ, പിന്നെ ബ്ലാക്കിൽ പിന്നെ ഒരു ഗ്രേ പോലെ ആയിട്ട്,
പിന്നെ ഏത് കളറ്, പിന്നെ ഒരു റെഡ് പിങ്കല്ല, പിങ്കിൽ പിന്നെ ഒരു കളർ. അതായത് ഇങ്ങനെ എല്ലായിട്ട് ഓരോന്നോരോന്ന് വാങ്ങിയതാണ്. ഈ ചട്ടിയും പാത്രവും കാണുമ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്കില്ല എന്തോ ഒരു ഇളക്കല്ലേ. അപ്പോൾ എന്തെടുക്കണോ ഏതെടുക്കണോ എന്ന് അറിയുന്നില്ല. ഇപ്പോൾ ഓരോരോ നല്ല നല്ല കളർഫുള്ളിലെല്ലാം വന്നിട്ടില്ലേ, എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കിച്ചണിലേക്ക് എന്നെ വേഗം അറിയാം ഞങ്ങൾക്ക് പണി. ഈ നമ്മളെ പുര കൂടി ആയിട്ട് 5-6-7 കൊല്ലമായി. ആ ഉള്ളിലേക്കൊരു ഐറ്റംസ് ഞാൻ മേങ്ങലേയില്ല ശരിക്കും പറഞ്ഞെങ്കിൽ. മേങ്ങിയിട്ടാന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുക്കൊരു TV മേങ്ങിന, അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടാ, തീരെ ഇഷ്ടമില്ല ആ സംഭവമാണ് എനിക്ക് TV. പക്ഷെ ഇപ്പോഴും മാർക്കും വേണ്ടിയിട്ട് വെറുതെ മേങ്ങിയതാണ്. ഇപ്പോഴും എനിക്ക് ഇഷ്ടമില്ല TVനെ. അത് മാത്രമല്ല പരക്കുന്നിട്ട് ഉള്ളിലേക്ക് മേങ്ങിയത്. പിന്നെ എല്ലാം മേങ്ങില്ല കിച്ചണിലേക്കാണ് അധികവും. കിച്ചണൊന്ന് എങ്ങനെ ചെയ്യലാക്കാം, കിച്ചണിലേക്ക് ഇത് അങ്ങനത്തെ ഒരു പ്രാന്താണ് അങ്ങനത്തെ. നിങ്ങൾക്കെല്ലാം അങ്ങനത്തെ ഒരു പ്രാന്തുണ്ടെങ്കിൽ കമൻ്റ് ആക്കാവേ. അപ്പോൾ ഇതെന്തറിയോ, ട്രൈ ആണ് ഒരു നമ്മൾ ക്ലാസ്സിൽ ഒരു ഷോ ആയിട്ട് ഇങ്ങനെ വെക്കുന്നെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വെക്കുന്ന ഒരു സംഭവം. പക്ഷേ ഞാൻ ഓർഡർ ആക്കുമ്പോൾ വിചാരിച്ചാൽ കുറച്ച് വലുതായിട്ടുണ്ടാവുന്നത്. നമ്മൾ ചായ കൂട്ടാനെല്ലാം വെക്കുന്നില്ലേ, സ്നാക്സ് ഐറ്റംസിൽ അങ്ങനത്തെ വിചാരിച്ചിട്ട്. പക്ഷെ കിട്ടുമ്പോൾ ഇത് കുറച്ച് ചെറുതായിപ്പോയി. പിന്നെ കാണാൻ നല്ല മജ ഉണ്ടോണ്ട് ഞാൻ പിന്നെ റിട്ടേൺ ആക്കാൻ നിന്നിട്ടാ അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെയും പോകുന്നില്ല, തച്ചങ്ങും ബയ്യത്തിയങ്ങും പോകുന്നില്ല. ഒരടി കൊടുത്തിട്ട് അപ്പോൾ മുള്ളെല്ലാം മാറുന്നുണ്ട്. പക്ഷെ എന്നാലും പോകുന്ന വിഷയമില്ല. അവിടെ എന്നെ നിന്നിട്ട് നോക്കുന്നുണ്ട്. എന്തോ ഒരു മഴ തെറിഞ്ഞ ഞാൻ പടിയിൽ തയ്ക്കുമ്പോൾ കിലവരോട്ട് ആ പാത്രത്തിലേക്ക് തന്നെ ചവിട്ടുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇത് ബാക്കിയുള്ള പിള്ളമാരെല്ലാം ചുറ്റും കൂടിയിട്ടുണ്ട്. മെയിൻ റീസൺ അതാണ് ഓനങ്ങോട്ട് പോകാത്തത്. ഓറെല്ലപ്പുറം പോയ കുറേ വേക്കല് ഓനും പൊട്ടി അങ്ങനെ. അപ്പോൾ അതാ ഈ പൊട്ട് നോക്കിയാൽ നല്ല മജയില കാണാൻ, നല്ല ഉറണ്ടിട്ട് ഓരോരു ചട്ടി കാണുമ്പോൾ എന്തോ ഒരു ചെയ്യലറിഞ്ഞ. ഇപ്പോൾ കിച്ചണെല്ലാം ഒന്ന് സെറ്റായി, സംഭവങ്ങളെല്ലാം ഒന്ന് റെഡിയായി ഒന്നെല്ലാം അതിന് ശേഷം ഇനി നമുക്ക് പുതിയ റെസിപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇതിലിങ്ങനെ ചട്ടിയിലെല്ലാം ഇങ്ങനെ ഇളക്കണോ, ഇങ്ങനെ മറിക്കണോ, ഇങ്ങനെ തിരിക്കണോ എന്നെല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ മച്ചും ചെയ്യുന്ന മുളകുണ്ട്, മാജുണ്ട് ഇവിടെ ഇരുന്നിട്ട്. ഞാനെല്ലാം ഇങ്ങനെ മാജുക്കരോന്നോരോന്ന് കാണിക്കുന്നത്. ഞാൻ ഇപ്പോൾ മാജുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് ഇങ്ങനെ ഇട്ടിട്ടെല്ലാം ഇളക്കും, ഞാൻ കയ്യിലിട്ടിട്ട് ചട്ടിയിരിക്കുന്നിട്ട് അങ്ങനെ. അപ്പോൾ ഇനി നെക്സ്റ്റ് കാണിക്കാം. ഇതെന്തുപ്പാ, ഇതെല്ലാം ഞാൻ പൊട്ടിച്ചിട്ട് നോക്കിയതാണെന്നിരിക്കോ. നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഒന്ന് നേരെ തന്നെ കാണിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ നേരെ കാണിച്ചത്. ഇതെന്ത് കഥ അറിയോ, ഇതും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെയാണ്. വൈറ്റ് എന്ന് തോന്നുന്നു, വൈറ്റ് തീമിലായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇനി മസാലയും ഇതെല്ലാം പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ഞാൻ ഒരു പുതിയായിട്ട് വാങ്ങിയതാണ്. ഇതതിൻ്റെയൊക്കെ തന്നെ വന്ന കലമ്പോരുന്ന ലഡില്ലേ അതാണ്. അപ്പോൾ അതാ ചായ വെക്കുന്നതുണ്ട്. പിന്നെന്താ ഇത് മേങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചെന്നറിയോ, പാല് കാച്ചാൻ ഇതിലെന്നെ പാല് കാച്ചാന്നല്ലോ. പക്ഷെ പാല് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കാച്ചിട്ടില്ല. ഞാൻ കാച്ചണം, പക്ഷെ അതാ ഒന്ന് സെറ്റായിട്ട്. ഇതിൻ്റെയൊക്കെ 2-3-4 പാനുണ്ട്. 2 ഫ്രൈ പാനും ഒരു ചായൻ്റെ പോലത്തതും പിന്നെ ഒരു നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുന്ന പോലത്തെ അങ്ങനത്തെ. അങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ നമുക്ക് വേറെ ഒരു ഐറ്റംസ് കാണിക്കാനുണ്ട്. കുറച്ച് ഐറ്റംസ് എല്ലാം. പിന്നെ ഈ ഡെക്കോറേറ്റീവ് എല്ലാം ഇല്ലേ ടേബിളിൽ വെക്കുന്നത്, അത് അങ്ങനത്തെ മേങ്ങിയിട്ടുണ്ട് അതിന്. പക്ഷെ മതി, ഇനി വേങ്ങുന്നില്ല, കുറേ മേങ്ങിയിട്ട് കുറേ ആയി. പിന്നെ കുറച്ച് മുമ്പത്തെ പഴയതിനെല്ലാം ഞാൻ ക്യാൻസലാക്കി. ഇങ്ങനെ കുറച്ച് ഇതിനെല്ലാം കൊടുത്ത്. പിന്നെ ഇപ്പോൾ ഉള്ളത് ഇനി കുറച്ചുള്ളതിന് ഇനിയും കൊണ്ട് കുറച്ച് മാറ്റാൻ. അതിനെല്ലാം ഒന്ന് കാലിയാക്കിയിട്ട് അതിന് ശേഷം ഇനി നമുക്കൊന്ന് കിച്ചണിൽ കയറ്റാം. അപ്പോൾ നോക്കിയാൽ അതിന് എന്ത് കഴിയുന്നില്ല. എന്നിട്ട് അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ തന്നെ കയറിയിട്ട് തന്നെ അറിയാം എന്ത് വേണമെങ്കിൽ കെട്ടിട്ടില്ല. ഞാനൊരു കാലിയായ ബോക്സിനവിടെ കൊടുത്തിട്ട് ഇളക്കിനവിടെ ചവിട്ടിക്കൊണ്ട് കിട്ടുന്നു. അപ്പോൾ ചട്ടീൻ്റെ കഥ എന്തറിയോ, ഞാൻ ഇതിൻ്റെ അടുക്കില്ലേ പായ കുക്കർ, അപ്പച്ചട്ടി അങ്ങനത്തെ എല്ലാം ക്യാൻസലാക്കിയിട്ടുണ്ടായി ഉജിലി കൊടുത്തിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ലേ ഉജിലി കൊണ്ടുവന്നത്. എന്നിട്ട് ഉജിലി കൊണ്ടുപോയിട്ട് മറ്റേ നമ്മൾ അപ്പച്ചട്ടിയിൽ ഇഡ്ഡലിയെല്ലാം ചുണ്ടാണ്. അപ്പച്ചട്ടി ഭയങ്കര പഴയത്. അതിനെ വെച്ചിട്ട് അതിനും നമുക്ക് യൂസ് ആക്കും, ഓർഡറിനും കൊടുക്കും ഞാൻ. അങ്ങനെ എല്ലാം ആക്കിയിട്ട് ആ പഴയതായതുകൊണ്ട് ഞാൻ അപ്പച്ചട്ടി, മൂട് അങ്ങനത്തെ എല്ലാം കുച്ചിരി കൊടുത്തിന്. എന്നിട്ട് കഥ എന്താ അറിയോ, ഉള്ളിലത്തെ മൂടും കൊടുത്തിന്, ആ ഉള്ളിലത്തെ സെറ്റപ്പും കൊടുത്തിന്, പുറമേലത്തെ ചട്ടി മാത്രമേ ബാക്കി. അത് കൊടുത്തതിന് ശേഷം ഇല്ലേ കടുമ്പ് ഇഡ്ഡലി ഇതന്നെയാണ് ഞങ്ങൾക്ക് വെക്കാനായത്. എന്നിട്ടില്ലേ ഇപ്പം ഞങ്ങൾ 2 പേർക്കാർക്ക് ഒരു ചട്ടി നിലയാണ് ഇന്നത്തെ അവസ്ഥ. ബാബിനോട് വേങ്ങുന്ന കടുമ്പ് ഞാൻ വെക്കുന്നു, ബാബി കടുമ്പ് വെക്കുന്നു. ഞാൻ ഇഡ്ഡലി വെക്കുന്നത്, ബാബി കടുമ്പ് വെക്കുന്നു. ഇപ്പം 2 പേർക്കാർക്ക് ഒരു ചട്ടി. എന്നിട്ട് ഞാൻ ഇങ്ങനെ കയ്യറ്റില്ലേ ടൂറ് പോയിട്ടാകുമ്പോഴേക്ക് ഒന്ന് മേങ്ങിയറ അങ്ങനെ എങ്കൊന്നിട്ടില്ലേ ഞാൻ മേങ്ങി
മേങ്ങിയിട്ട് എല്ലാം എടുത്തിട്ട് നല്ല ഓഫറിലുണ്ടായിന് 1000 സംതിങ്ങിൻ്റെ 100 അങ്ങനെ എന്തോ എല്ലാം മേങ്ങിയിട്ട് ബില്ലാക്കുന്നിടത്തേക്ക് എത്തിയിട്ട് ഞാൻ പൊളിയത് ഇതിൽ ബാർക്കോഡില്ല ഇതിനെ ബാർക്കോഡ് അവിടെ നിന്ന് മേങ്ങിയിട്ട് കൊണ്ടുവരണോ മോളിൽ നടന്നോ തപ്പിക്കൊണ്ട് വന്നിനെ മാളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇനിയിപ്പോൾ ബൈലോട്ട് ബാർക്കോഡ് തേടിക്കൊണ്ട് ആരും അങ്ങോട്ടേക്ക് പോകുന്ന അത്ര തിരക്കും ഉണ്ടെന്ന് ഈ വെക്കേഷൻ അല്ലേ അതിനെല്ലായിട്ട് അപ്പോൾ ഞാൻ ചെന്നീനെ ബൈലോട്ടാര് പോകുന്നതെന്ന് കേക്ക് വെക്കൽ അവിടെ തന്നെ വെച്ചിട്ടില്ലേ ബാക്കി ഐറ്റംസ് എല്ലാം എടുത്തുകൊണ്ടെന്ന് ഞാൻ അങ്ങനെ അതും അപ്പച്ചട്ടി വേങ്ങുന്നത് ക്യാൻസലായില്ലേ ഇനി നമ്മളെ കുമ്പള തന്നെ ചരണമായിട്ട് വന്നിനിപ്പം എന്നിട്ട് ഇതുവരെ ഞാൻ വേങ്ങിയിട്ടില്ല അതൊരു ഐറ്റംസ് അങ്ങനല്ലേ നമുക്ക് കൈക്ക് കിട്ടി പോയെങ്കിൽ അതിങ്ങനെ സ്കിപ്പായിക്കോട് പോലാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം എന്താ പറയുക ഓൺലൈനിൽ വേങ്ങിയ ഐറ്റമാണ് ടേബിൾ സെറ്റ് ഡെക്കർ ഐറ്റം അങ്ങനെ അപ്പോൾ ഈ പാനെല്ലാം നിങ്ങൾ നോക്കാൻ പറഞ്ഞ് നേരെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ പുതുതായിട്ട് കാണാൻ എന്ത് വെച്ചാലേ ഒരിക്കൽ എടുത്തിട്ട് അതിൻ്റെ കോലം ഓർണോ എല്ലാം പോവും എടുക്കുന്നതിന് മുമ്പ് ഒരു നല്ല മഞ്ചായിട്ട് കാണാനുണ്ട് അപ്പോൾ നല്ല കട്ടിയുണ്ട് ഇങ്ങനെ വെയിറ്റ്ലെസ് ഒന്നുമില്ല നല്ല കുറച്ച് അത്യാവശ്യം വെയിറ്റ് തന്നെ ഉണ്ട് കാണുമ്പോൾ ഇമ്പാക്സിൻ്റെ അങ്ങനെ ഇങ്ങനെ ഓരോരോ കമ്പനീൻ്റെതാണ് എടുത്തിരുന്നത് നല്ല പാനെല്ലാം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഓൺലൈനിൽ മേങ്ങിയതല്ല അതിൻ്റെ ലുലു മാളിൽ നിന്ന് മേങ്ങിയത് ഹൈലൈറ്റ് മാളിൽ നിന്ന് മേങ്ങിയത് സിറ്റി സെൻറ്ററിൽ നിന്ന് മേങ്ങിയത് ഓരോരിക്കൽ പോയിട്ടാകുമ്പോൾ ഇതെല്ലാം പിന്നെ ഓൺലൈനിൽ മേങ്ങിയതാണ് ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചത് നിങ്ങൾക്ക് ആ സ്പൂണെല്ലാം നല്ല പാങ്ങുണ്ട് ഇതല്ലേ ഞാൻ ബഹ്റൈനിൽ പോയിട്ടാകുമ്പോൾ നല്ല നല്ല ഉണ്ടായിരുന്നു ഗോൾഡൻ കളർ അപ്പോൾ ഞാൻ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായി അന്ന് അപ്പോൾ കുറേ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചേട്ടാ കളർ വേടാവോ അങ്ങനെ ആവുമോ എന്നിട്ട് ഞാൻ എടുക്കാണ്ടെന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് കുറച്ചായി യൂസ് ആക്കുകയും ചെയ്യുന്നല്ലോ വാങ്ങലെ എന്നും കളർ ഡിമാന്നില്ല ഞാൻ ഇൻഷാല്ലാ ഇല്ലെങ്കിൽ ഇനി അസ്രോട് ചെല്ലാണ്ട് ഗോൾഡൻ സ്പൂണെല്ലാം കൊണ്ടുവരാതി അങ്ങനെ അപ്പോൾ എല്ലാ ഐറ്റംസും കണ്ടില്ലേ അപ്പോൾ നമ്മൾ തന്നെ കിച്ചൻ്റെ ലോഗോ കണ്ട മുമ്പത്തെ ലോഗോ ഇതഞ്ഞ് ഇതെൻ്റെ മുത്തമ്മാൻ്റെ പുള്ളി എന്നെ റെഡിയാക്കി തന്നത് നമുക്ക് അങ്ങനെ അക്രലിക്കെല്ലാം അങ്ങനത്തെ യൂസ് ആക്കിയിട്ട് എന്നിട്ട് ഇപ്പം ഞാനിത് വലിയൊരു ഇത് നമ്മളെ കിച്ചണിൽ തന്നെ കിച്ചൻ്റെ വെച്ചതാണ് അങ്ങനെ പിന്നെ കുറേ കമൻ്റ് ഉണ്ട് വീഡിയോ നല്ലതുണ്ട് ഇന്നലെ ഞാൻ ഈ ടൂർ വീഡിയോ ഇട്ടിട്ടാകുമ്പോഴേക്ക് ഞാൻ പറഞ്ഞു സ്കിപ്പായിക്കോ ഓവറാണെങ്കിൽ സ്കിപ്പായിക്കോ എന്നിട്ടാകുമ്പോൾ കുറേ ആൾ കമൻ്റ് ഇട്ട് ഞാൻ ഓവറായിട്ടാ സ്കിപ്പാക്കാണ്ട് നോക്കിന് നല്ല വാങ്ങുന്നുണ്ട് ടൈം പോയത് അറിഞ്ഞിട്ടില്ല നമ്മൾ ടൂർ പോയ പോലെ ആയി നല്ല മഷാല എല്ലാവരും പറഞ്ഞിന് എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർ നമ്മൾ ടൂർ പോയിട്ട് വന്ന പോലെ തന്നെ ഒരു ഫീലായി നല്ലിട്ട് ഒരാൾ കമൻ്റ് ഇട്ടിന് പൈസ ഇല്ലാണ്ട് ഞങ്ങൾ ടൂർ പോയിട്ട് വന്നു അങ്ങനെ അപ്പോൾ പൂച്ച നമ്മളൊന്നിച്ചിട്ട് തന്നെ കറങ്ങിക്കൊണ്ടുണ്ടറിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം ഓൺലൈനിൽ വാങ്ങിയ ഐറ്റംസാണ് ഈ ഫ്ലവർ ഇത് ഓൺലൈനിലല്ല ഇത് റോയലിനാണ് വാങ്ങിയത് അത് നമ്മളെ കുറച്ച് റേറ്റിന് കിട്ടിനൊരു 160 എന്തോ കൊടുത്തിന് ആ പോട്ടിന് ഫസ്റ്റുള്ള പിന്നെ ഈ നടുക്കുള്ളത് ഓൺലൈനിലാണ് ഫ്ലവറും പോട്ടെല്ലാം അതിങ്ങനെ വേറെ നമ്മൾ മേങ്ങേണ്ടത് ഒന്നിച്ച് കിട്ടുന്നതല്ല ഫ്ലവർ വേറെ പോട്ട് വേറെ മേങ്ങുന്നവർക്കെല്ലാം അറിയാം പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പോട്ടും റോയലിൽ നിന്ന് മേങ്ങിയത് അത് 200 അങ്ങനെ എന്തോ കൊടുത്തതാണ് അത് ഓഫറിലുണ്ടായിരുന്നത് നമ്മൾ എന്തെങ്കിലും ഓഫറിൽ ഒരു കാണുമ്പോൾ ഇല്ല നല്ല ഐറ്റം അങ്ങ് മേങ്ങിക്ക് പറഞ്ഞു അപ്പോൾ അത് എപ്പോഴും ഓഫർ ഉണ്ടാകുന്നില്ലല്ലോ അങ്ങനെ ഇത് അന്നൊരു ടൂർ ഐറ്റം ഞാൻ മേങ്ങിയത് ഞാൻ കാണിച്ചില്ല അന്ന് അങ്ങനെ അപ്പോൾ ഇത് സംഭവം എന്താ പറയുക എന്ത് വൈറ്റ് മേങ്ങിയിട്ട് ഇപ്പോൾ എന്തെല്ലാം മസാലേൻ്റെ കളറാവുന്നൊന്നും അറിയാല മസാലേൻ്റെ കളറായില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കാണിച്ചു തരാവേ അപ്പോൾ ഇതെന്താ കഥയെന്ന് പറയും ഇന്നലെ ഞാൻ മടവൂര് പോയിട്ടേ ഇന്നലെ പോയ ടൂറിൽ അപ്പം മേങ്ങിയതാണ് ഓതും അതിൻ്റെ ഇതും ഇത് നല്ല മണം ഉണ്ടാവും ഞാൻ കത്തിച്ചിട്ടാകുമ്പോഴേക്ക് അത് കത്തിച്ചിട്ടുള്ളതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അതിൻ്റെ എങ്ങനെ ഏത് കഥയെന്നെല്ലാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഒതുക്കുക ഇന്നത്തെ വീഡിയോ കുറച്ചാക്കിയിട്ട് ബാക്കി നമ്മയില്ലേ പിന്നെ നമ്മളെ അളമാൻ്റെ മക്കളും മരിയക്കളെല്ലാം നമ്മളെ പരിക്ക് വന്നിട്ടുണ്ടായിന് പിറ്റേ ദിവസം ഞാൻ ടൂർ പോയിട്ട് വന്നതിൻ്റെ ദിവസം അപ്പോൾ അവർ വന്ന വിശേഷങ്ങളും അതെല്ലാം ഉണ്ട് അത് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോയതല്ലോ ഒന്നെന്നായിട്ട് നിങ്ങൾക്കൊരു ബോറാണ്ട ഓക്കെ ഒന്നിലെന്നെല്ലാം ഇട്ടിട്ടാകുമ്പോൾ അപ്പോൾ നാളത്തെ വീഡിയോ നമ്മൾ അത് കാണിക്കാം പിന്നെ നമ്മളെ മാമാൻ്റെ ആണ്ടുണ്ടായി ഞാൻ അത് പറഞ്ഞിട്ടേ അപ്പോൾ ഇന്നലെ ആണ്ടെല്ലാം കഴിഞ്ഞ് ആണ്ടിന് പോയിട്ടുണ്ടായി അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ വിശേഷങ്ങളെല്ലാം ഉണ്ട് വിശേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടുണ്ട് ഞാൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ എപ്പോഴും പൊലിസന്നപ്പാ എപ്പോഴും ഇങ്ങനെ മജന്നെ അങ്ങനെ ഒന്നുമല്ല ബേജാറും ഉണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം എന്ത് പോയത് വന്നത് ഇതാക്കിയത് അങ്ങനത്തെ എല്ലാം കാണാനല്ലേ അല്ലേ ഹോസ്പിറ്റലിൽ പോയത് കയ്യാതായത് ചുമ വന്നത് ശ്വാസം മുട്ടെടുത്തത് ആവി പിടിച്ചത് ഇഞ്ചക്ഷൻ വെച്ചത് അതൊന്നും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കാം അതിൻ്റെ ഇടയിലെല്ലാം അതെല്ലാം ഉണ്ടായിരുന്നു ഞാൻ ടൂർ പോയിട്ട് അതിന് പനി വന്നത് ചുമയത് ശ്വാസം മുട്ടെടുത്തത് രാത്രി ഉറങ്ങാതിരുന്നത് അങ്ങനെയെല്ലാം ഉണ്ടായി അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇങ്ങനത്തെ അല്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ തന്നെ വീഡിയോസ് കാണിക്കുന്നത് പിന്നെ കാലും നടുവും കയ്യും എല്ലാം നമ്മളായിട്ട് ഞാനൊരു ഭാഗത്ത് ഒരു സൈഡായിട്ടുണ്ടായി 2-3 ദിവസം അതിന് മരുന്ന് പുരട്ടി അങ്ങനെ ആക്കി ഇങ്ങനെ എന്തെല്ലാം അതൊന്നും വേണ്ട നമുക്ക് ഈ പുൽസിൻ്റെ മാത്രം കാണിക്കാം ഓക്കെ
അപ്പോൾ ഇത് രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനപ്പോൾ ഇഡ്ഡലിയും വെളക്കറിയും ചായ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതും കൂടി ഒന്ന് കലം പോരിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുക്കർ ഇപ്പോൾ പഴയതായിട്ടുണ്ട്. ഇത് കുടിയായ ആ ഒരു ടൈമിൽ വീങ്ങിയതാണ്. അപ്പോൾ ഇത് ഇനി ഒന്ന് ക്യാൻസലാക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അത് അങ്ങ് എത്തിയിട്ടുണ്ടാവും. ഞാൻ ക്യാൻസലാക്കുന്ന കാര്യത്തിൽ ഞാൻ അപ്പച്ചട്ടിയിൽ നിന്ന് ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. എന്ത് ക്യാൻസലാക്കുന്നെങ്കിലും ഒരു ഐറ്റം വന്നതിന് ശേഷം ഒന്ന് ക്യാൻസലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്പച്ചട്ടിയിൽ പണി കിട്ടിയ പോലെ കിട്ടും. അതുകൊണ്ട് ഞാൻ ഇനി ഒരു കുക്കർ മേങ്ങിയതിന് ശേഷം ആ കുക്കർ ക്യാൻസലാക്കുന്നതാണ്. കുഞ്ഞ് കുക്കറില്ലേ നമുക്ക് മാത്രം വെക്കുന്നത്. അതങ്ങടെത്തിന് പോയിട്ട് അപ്പോൾ അതിനൊന്ന് നമ്മൾ സെറ്റാക്കിയിട്ട് എടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഊതിന കാണിച്ചത് തരാം നിങ്ങൾക്ക്. സോറി വീഡിയോയിലേക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവേ. നമുക്ക് അളാമാൻ്റെ മരിയൊക്കെ എല്ലാം വന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിലെന്നെ ഉൾപ്പെടുത്താം. എന്തൊക്കെ അറിയോ, ഇന്നലത്തെ മിഞ്ഞാന്നത്തെ ഇനി നാളത്തെ മറ്റന്നാളത്തെ കുറേ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ ഫോൺ അടിച്ചു പോകും ഗേസ്. അതുകൊണ്ട് ഞാൻ ഇതിനെല്ലാം ഒന്ന് കാണിച്ചിട്ട് ഡിലീറ്റ് ആക്കാം. ഓക്കെ, അത് എന്താ പറയുക, നമുക്ക് ഓർഡർ ഉണ്ട്. അതിന് ബിരിയാണി, പായസം, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെന്താപ്പാ കച്ചമ്പറ്, ഒരു 50-60 എത്ര ആളത് ഓർമ്മയില്ല, 50 ആളത്ത് അങ്ങനെ തോന്നുന്നു, 50 ആളത്ത് ഓർഡർ ഉണ്ട് അതിന്. അപ്പോൾ ഈ ഓർഡർ കൊടുത്തിട്ട് ഭാബിയും ഉണ്ട് ഞാനും ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായിട്ട് ആ ചിക്കൻ ഫ്രൈയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടതിന് ഷളമാൻ്റെ ഓറ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായി ഇവരൊക്കെ എല്ലാം. അപ്പോൾ ഓറ് വിളിച്ചിട്ട് ആരെൻ്റെ അടുത്ത് വരുന്നെങ്കിൽ വിളിച്ച് ചോദിക്കും. നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഒരു പങ്കാന്നില്ലല്ലോ, വരുമ്പോൾ ഓരോട് മുണ്ടാനൊരു നേരാന്നില്ല. ഈ ഓർഡറിൻ്റെ ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ആര് വരുമ്പോൾ എന്നോട് ചോദിക്കും, നീ ഇന്ന് ഫ്രീ ഉണ്ടാ, നമ്മൾ വന്നെങ്കിൽ ഫ്രീ ഉണ്ടാ അങ്ങനെ. അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്താൽ ഫ്രീ ആവും, നിങ്ങൾ പാകുന്നില്ല ചെല്ലിട്ട് അങ്ങനെ മസാല ഓറെല്ലാം വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഡെലിവറി ആയതിന് ശേഷം ഇല്ല നമ്മൾ ഓർക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട്. അതെന്താ പറയുക, നമ്മൾ ഉണ്ടാക്കിയ കുറേ സൈറ്റ് നമ്മൾ മന്തി, ചിക്കന്, അത് ഇത് മറ്റേ കുറച്ച് അങ്ങനല്ലേ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് വെറൈറ്റി ആക്കുന്നിട്ടില്ല, ഫുള്ള് വെജില്ലാന്ന് പിടിച്ചത്. അപ്പോൾ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിന്. വെറും ചോറ്, പിന്നെ സാമ്പാർ, പിന്നെ ഉണക്ക് ചമ്മന്തി ഇല്ലേ, ചമ്മന്തിപ്പൊടി, പിന്നെ മീൻ ഫ്രൈ, ക്യാബേജ്, ബീട്രൂട്ട്, അച്ചാറ്, പപ്പടം, അതെല്ലാം കഴിഞ്ഞിട്ട് പായസവും ഓളികയും മറ്റേ മൈസൂർ കായില്ലേ അതിട്ടിട്ട് ഒരു പിടുത്തം പിടിച്ചിന് മക്കളെ. മസാല എന്തോ ഒരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ നല്ല ഉണ്ടായിരുന്നു. ഒരെല്ലാം പറയുന്നുണ്ടായിരുന്നു മറ്റേ ഉടുപ്പി ഹോട്ടലിലേക്ക് പോയൊരു ഫീൽ എന്നല്ലോ. അല്ല, കുറേ ദിവസം നമ്മൾ ബിരിയാണി ഇത് തന്നെ കഴിച്ചാൽ നമുക്കൊരു മടുപ്പാന്നില്ലേ. അപ്പോൾ അതവിടെ ഒരു കള്ളം മാറി നിൽക്കുക ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. ഒരു ഐസ്ക്രീം കൊണ്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ എൻ്റെ മോളാരും കാണാണ്ട് മെല്ലെ ഐസ്ക്രീം എടുക്കുന്നുണ്ട്. അങ്ങനെ ഐസ്ക്രീം എടുത്തിട്ട് പോകുന്നുണ്ട്. സംഭവം ഇതോളം തന്നെ ഫോൺ ഉള്ളിൽ വെച്ചിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചോറ് നമ്മളടുത്ത് നമ്മളവിടെ 3 പേര് അടുത്തടുത്തല്ല. അപ്പോൾ അപ്പുറത്തുനിന്ന് അങ്ങനെ ആയിട്ടാണ് നമുക്ക് കഴിക്കൽ. അപ്പോൾ ഞാൻ ഓർ വന്നിട്ടാകുമ്പോൾ ഞാൻ ടൂർ പോയിട്ട് വരുമ്പോൾ കൊടുന്ന ഐറ്റം എല്ലാം കാണിച്ചതാണ്. അപ്പോൾ ഞാനിത് അതിനൊക്കെ ഊതുമേങ്ങിട്ടില്ലേ അതിനൊന്ന് കത്തിച്ച് നോക്കാമല്ല, ഇങ്ങനെ ഞാൻ കത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഓരെന്താ അറിയോ, മുമ്പെല്ലാം ഞമ്മ പോലും വരുത്തെല്ലാം ജാസ്തി ഉണ്ടായിന്. എന്തെങ്കിലും നമുക്ക് ഓർഡറും കാര്യങ്ങളൊന്നുമില്ല. അമ്മായി എടുക്കുന്നത് കാക്കാൻ്റെ അവള് എന്തെന്നാ ഫുഡ്, പെരുന്നാളപ്പങ്ങൾ അങ്ങനെയല്ലോ. അപ്പോൾ ഇപ്പോൾ 2 ആൾക്കും തിരക്കായി, ഞങ്ങൾക്കും ടൈമില്ല ഓർക്കും ടൈമില്ല. നമ്മൾ പോകുന്നെങ്കിൽ ഞങ്ങൾ 3 പേർക്കാർ ഒന്നിച്ചിട്ടാണ് പോലെ. രാവിലെ ഒരു 10-11 മണിക്കെല്ലാം പോയെങ്കിൽ രാത്രിയോളം ആകുമ്പോൾ വെയിലോട്ട് വരൽ. കാക്ക എപ്പോഴും കൊണ്ടാക്കല്ല നദീക ഓരോന്ന് നാട്ടിലില്ലെങ്കിൽ. ഇപ്പോൾ ഈ ബിസിയായി നമുക്ക് അങ്ങനെ ഇങ്ങനെ ഇപ്പം എപ്പോഴും തിരക്കുണ്ടായി. അങ്ങനെ അമ്മേൻ്റെ ഓർക്കും അങ്ങനെ വരാൻ കഴിയുന്നില്ല. ഓർ വന്നെങ്കിൽ അങ്ങനെ രാവിലെ വന്നെങ്കിൽ രാത്രിയോളം നല്ല മജയുണ്ട്. പാട്ടും കളിയും ഗൗജിയും ചിരിയും കളിയെല്ലാം ആയിട്ട് രാത്രി. ഇപ്പം ഇന്നലെ വന്നപ്പോൾ അങ്ങനെ നമുക്ക് നല്ല മജയുണ്ടായിന്ന് പറഞ്ഞാൽ രാത്രിയോളായിട്ട് കുറേ നിൽക്കാൻ പറഞ്ഞു. അവന് വേണ്ട പുളറലായിട്ട് അലമ്പാന്നിട്ട് ഇനി ഇറക്കി വരുന്നായിട്ട് പോയതാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെല്ലാം ബിസിയത്തിൻ്റെ ആൾക്കാർ തന്നെ ബിസിയം തുടങ്ങിയെങ്കിൽ പിന്നെ അതായിട്ടെല്ലാം എത്തിയതാന്ന് പറഞ്ഞാൽ. അങ്ങനെ ടൂറ് പോവാം, നമ്മളൊരു ട്രിപ്പ് പോകാമെന്നല്ല വെച്ചിട്ട് എന്തെല്ലോ പ്ലാനാക്കിയിട്ട് പോയിന് എല്ലാവരും. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം വൈകുന്നേരം ചായയും രാത്രിക്കത്തെ ഫുഡെല്ലാം ഭാബീൻ്റെ ഡാഞ്ഞുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ബിസിയെല്ലാം ആക്കിയിട്ട് അതിന് ശേഷം നമ്മൾ എല്ലാവരും ഭാബീൻ്റെ ഇട പോയി. ഭാബീൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മുറ്റത്ത് തന്നെ ഉള്ളതല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഞാനിൽ ബിസിയെല്ലാം ആക്കിയിട്ടായിട്ട് അവിടെ പോയതാണ്. അപ്പോൾ ഊതുകത്തേക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇത് കുറച്ചങ്ങ് വലിയ റേറ്റ് ഒന്നും കൊടുത്തിട്ടതിന് 150 അങ്ങനെ എന്തോ കൊടുത്തിനതിന്. ഊതിന് വേറെ റേറ്റ്, ഇതിന് വേറെ റേറ്റ് 200 അങ്ങനെ എന്തോ ഊതിന് കൊടുത്തിന്. പക്ഷെ നല്ല മണമുണ്ട് പറഞ്ഞാൽ. നമ്മൾ ഉള്ളെല്ലാം ഒന്ന് അടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം ഒന്ന് ഇത് വെച്ചെങ്കിൽ നല്ലൊരു മണം വരുന്നു.
രാവിലെ കിച്ചണിലേക്ക് കയറിയ പാടിങ്ങനെ വെക്കണം, അല്ലെങ്കിൽ പണിയെല്ലാം ആയിട്ടായിട്ട് ഒന്ന് ഉള്ളിലെല്ലാം ഒന്നിങ്ങനെ മണപ്പിക്കണം എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. എത്ര ദിവസത്തേക്ക് എന്നറിയില്ല, എത്ര ദിവസം ഉണ്ടാവുമെന്നും അറിയില്ല. അപ്പോൾ അത് നല്ലൊരു ഫ്രഷ് ഫീലാണ് നമുക്ക് ഇതിൻ്റെ മണം വരുമ്പോൾക്ക്. അങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിട്ട് നമുക്കിനി വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളെ മുറ്റത്ത് തന്നെ ചാമ്പക്കുണ്ട്. അമ്മേൻ്റെ ഇച്ചാൻ്റെ എല്ലാം ഇച്ചാൻ്റെ തന്നെ സംഭവം. പക്ഷെ എല്ലാം നമ്മളെ മുറ്റത്തായതുകൊണ്ട് നമ്മളിതുപോലെ തന്നെ അതിനറിയാം പറഞ്ഞവരെല്ലാം പറിക്കലും ഉപ്പിലിടലും മുളിടലും എല്ലാം ഇടുന്ന തന്നെയാണ്. എന്താ ചാമ്പക്ക പറിച്ചിട്ട് പിള്ളമാരെല്ലാം കൂടിയിട്ട് ഉപ്പും മുളകും സിർക്കെല്ലാം വെച്ചിട്ടില്ലേ കഴിക്കുന്നുണ്ട്. നല്ല പാങ്ങുണ്ട്. എല്ലാവരും ഒന്നിച്ചിട്ട് ഇങ്ങനെ കഴിക്കാനൊരു വേറെ തന്നെ ഒരു വൈബാണ്. അങ്ങനെ അമ്മായിയും പിന്നെ ഇളമാൻ്റെ മെരിയോള്, പിന്നെ ഒരു ഇളമാൻ്റെ മോള്, പിന്നെ ഒരു ഇളമാൻ്റെ മോള്, അങ്ങനെ ഓള പിള്ളേരെല്ലായിട്ട് നല്ല മജയുണ്ടായിരുന്നു. അങ്ങനെ പെരുന്നാൻ്റെ മൈലാഞ്ചി നിൻ്റെ പോയിട്ടേ നല്ല ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനിക്കൂർ അങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ടേ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈം അതിങ്ങനെ മൈലാഞ്ചി ഇടാണ്ടൊരു പെരുന്നാൾ കഴിയുന്നത്. അത്രയ്ക്ക് തിരക്കായി നമുക്ക് ആ പെരുന്നാൻ്റെ ഓർഡറിന്. ഈ കിച്ചണിൻ്റെ പണി ഫിനിഷ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം പിന്നെ എല്ലാം ബാക്കിയുള്ളതെല്ലാം ലേറ്റ് തന്നെ ആയതാണ്. അങ്ങനെയാണ് മൈലാഞ്ചെല്ലാം മിസ്സായത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അവരോട്, തിരക്കായി പോയിരുന്നു. അപ്പോൾ അമ്മായിയും എടുത്തിന് പെരുന്നാൻ്റെ ഓർഡറെല്ലാം. അപ്പോൾ അമ്മായി ചെന്നുണ്ട് എനിക്ക് മാത്രമല്ല എനിക്കും നല്ല തിരക്കായിരുന്നു. ഇപ്പം എനിക്ക് തോന്നിട്ട് കാക്കാൻ്റെ മോളാന്നോളൂ നല്ല മസാല നല്ല മൈലാഞ്ചി വെക്കുന്നത്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മൈലാഞ്ചി. നമ്മളെ ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓളും പിന്നെ ഒരു നമ്മളൊരാളമാൻ്റെ മോളുണ്ട് റംസിയിൽ ഓളുമാണ് നല്ല മൈലാഞ്ചി ഇടുന്നത്. അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മതാ അമ്മായിൻ്റെ അടുക്ക് പോയിട്ടുണ്ട്. അമ്മായി നല്ല നെയ്ച്ചോറും പൂരിയില്ലേ, നല്ല പൂരിയാണ് ഇപ്പത്തിലപ്പാ ശരിക്കും ഓർമ്മയില്ല, ഇപ്പത്തില പൂരി അങ്ങനത്തെ തോന്നുന്നു. പൂരിയും പിന്നെ പൊറോട്ട പിന്നെ ചിക്കൻ കറി അങ്ങനെ എല്ലാം ആക്കിയിട്ട് ചിക്കൻ മഞ്ഞത്തണ്ണി നാടൻ മഞ്ഞത്തണ്ണി എല്ലാം ആക്കിയിട്ട് പിന്നെ നമ്മളെല്ലാവരും അടുന്നാണ് ഫുഡ് കഴിച്ചത്. ഞാനും പിള്ളേരും അമ്മായിമാരും ഇളമാൻ്റെ മക്കളും എല്ലാവരും അടുന്ന ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറേ ഏകദേശം ഒരു 10-11 മണി അതിന് പോകുമ്പോൾക്ക് ഇത് ഇളമാൻ്റെ പുള്ളിയാണ്, ഇത് പിന്നൊരു പുള്ളിയാണ്. അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു രാത്രിയാകുമ്പോൾ പോയതാണ്. അപ്പോൾ ഞങ്ങൾക്കില്ലേ കുറച്ചൊക്കെ ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെ പെരുന്നാൻ്റെ അപ്പത്തിന് തന്നെ ഉണ്ടതുകൊണ്ടില്ലേ ഞങ്ങൾക്ക് മറ്റേ ബന്ധമരുന്നിൻ്റെ എന്തോ ഓർഡർ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലേ ഇത് കഥ എന്താ അറിയോ, എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ്. അപ്പോൾ സാമ്പാറും കാര്യങ്ങളെല്ലാം ഉണ്ടായി, വെറും ചോറെല്ലാം ബാക്കി ഉണ്ടായിന്. അതിലേക്ക് ഞാനൊരു നല്ലൊരു ഉണക്ക കാച്ചി ആക്കിയിട്ടില്ലേ, ഉണക്ക കാച്ചിയതും വെറും ചോറും സാമ്പാറും കൂടി കഴിച്ചതാണ്. കഴിക്കുമ്പോൾ നമുക്കൊരു വൈബോടെ തന്നെ കഴിക്കണ്ടേ. ഇപ്പോൾ ഈ ഊഞ്ഞാലിരുന്നിട്ട് കഴിക്കാൻ മസാല നല്ലൊരു മജ തന്നെയാണ്. ഞാൻ എന്തുണ്ടെങ്കിലും പണിയായിട്ട് വന്നാൽ ഞാനിരിക്കും. എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ നല്ല വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു പരിയപ്പത്തിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായി മേലോട്ട്. അപ്പോൾ ഈ പെരുന്നാൻ്റെ ഓർഡർ ഉണ്ടാവുണ്ടായിരുന്നു. ബന്ധമരുന്ന് പ്രോട്ടീൻ പൗഡർ കുറേ ആൾ ചോദിച്ചു. ഞാൻ എല്ലാവരോടും ഇല്ലേ പെരുന്ന കൈയ്യട്ട് പെരുന്ന ഇനി തരാമെന്ന്. അങ്ങനെ ഇന്നലെ ബന്ധമരുന്ന് ഉണ്ടായിന്, പ്രോട്ടീൻ പൗഡറും ചോദിക്കുന്ന തന്നെ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ പൗഡർ നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ ടൈം ഇടിയില്ല. പക്ഷേ ഒരാഴ്ചത്തെ റെഡിയാക്കി തരാമെന്നുള്ള ചിലട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ രാത്രി ഓറഞ്ച് ജ്യൂസ് ആക്കിയിട്ട് മിന്നു കൂടെ നിന്ന് നല്ല ഫ്ലവർ പോലെ അതിന് വീഡിയോ എടുക്കും മാറ്റി. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങളെ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം വേണം. അപ്പോൾ നിങ്ങളെ കമൻറ്റ് എന്തെങ്കിലും സ്മൈലായിട്ടെങ്കിലും ഇട്ടപ്പോൾ നമുക്ക് കാണുമ്പോൾ എൻ്റെ വീഡിയോക്ക് എത്ര കമൻറ്റ് എത്ര ലൈക്ക് എന്നല്ല ചിലപ്പോൾ ഒരു മജല്ലേ. അങ്ങനെ അപ്പോൾ ആരും കമൻ്റ് ആക്കാൻ മറക്കണ്ട. മഷാല്ല കുറേ ആൾ കമൻ്റ് ആക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. മോളെ എന്ന് വിളിച്ചിട്ട് എന്നെ കമൻറ്റ് ഭയങ്കര മജയാണല്ലേ. എത്ര നിൻ്റെ വീഡിയോ നോക്കലുണ്ട് മോളെ നല്ലിട്ട് കുറേ ആൾ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളെ കമൻറ്റും എന്താണ് നിങ്ങളെ ഇതേ ഇൻട്രസ്റ്റ് ഇനി എപ്പോഴും വേണം. നമ്മൊരു നല്ലൊരു ഫ്രണ്ടിനെ പോലെ മുന്നോട്ട് പോകാമെന്ന് ചിരിയും കളിയും തമാശയും എല്ലാം ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ കമൻ്റൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഇനി ചട്ടിയായി പാത്രമായി പുതിയ കിച്ചണായി ഇനി എന്ത് നമ്മളടുത്ത പരിപാടി റെസിപ്പീസെല്ലാം കാണിക്കലല്ലേ. അപ്പോൾ എന്ത് റെസിപ്പീസ് വേണമെന്നിട്ട് നിങ്ങൾ കമൻ്റൊക്കെ ഞാൻ നമുക്ക് കഴിയുന്നതെങ്കിലും നോക്കാം. കഷ്ടമുള്ളതൊന്നും ചൊല്ലിയറണ്ട, എളുപ്പത്തിനുള്ളത് ചോദിക്കവേ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.